ഷെയ്ൻ വോൺ, ഓസ്ട്രേലിയയുടെ ഇതിഹാസ ബൗളർ. പുള്ളി കളിക്കളത്തിലെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് മുമ്പേ തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുള്ള പുള്ളിയാണ്. ഇപ്പോൾ കളിക്കളത്തിന് പുറത്തും അദ്ദേഹത്തിൻ്റെ അതിബുദ്ധിപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നല്ല, നമുക്കറിയാം 2008 കാലഘട്ടത്തിൽ പുള്ളി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിരുന്നു. കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി. പക്ഷെ അന്ന് അദ്ദേഹം എടുത്ത ചില ഡിസിഷൻസ് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത്ര ബുദ്ധിപരമായി നീക്കമായിരുന്നത് പറയാതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. 2008 മുതൽ 4 സീസൺ ഷെയ്ൻ വോൺ രാജസ്ഥാനായി കളിച്ചു. ആകെ കൂടി ഈ 4 സീസൺ കൊണ്ട് ഷെയ്ൻ വോൺ സ്വന്തമാക്കിയത് വെറും 9,35 ലക്ഷം രൂപ. നമ്മൾ ഞെട്ടി കാണില്ല, കാരണം ഇതിഹാസ ബൗളറാണ്, അത്രയും നല്ല ബൗളറാണ്. പക്ഷേ ഒരു 9,35 ലക്ഷം രൂപയാണ് പുള്ളി അന്ന് സാലറി ആയിട്ട് 4 സീസണിൽ മേടിച്ചേക്കുന്നത്. പക്ഷേ പുള്ളി അന്നൊരു ടേംസ് വെച്ചിരുന്നു രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റായിട്ട്. പുള്ളി വിരമിച്ചതിന് ശേഷം, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം IPL കളിക്കുകയാണെങ്കിൽ ഓരോ സീസണും പുള്ളിക്ക് 0.75% ഓഹരി, ടീമിൻ്റെ മൊത്തത്തിലുള്ള ഓഹരി തനിക്ക് തരണമെന്നായിരുന്നു പുള്ളിയുടെ നിർദ്ദേശം. അങ്ങനെ പുള്ളി 4 സീസൺ കളിച്ചു. 4 സീസൺ കൊണ്ട് ആ 0.75 × 4 ആയി അവസാനം അത് 3% ഓഹരി പുള്ളി സ്വന്തമാക്കി രാജസ്ഥാൻ്റെ. ഒരു 4 കൊല്ലം കൊണ്ട്. നമുക്കറിയാം പുള്ളി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ഈ രാജസ്ഥാൻ 2008 രാജസ്ഥാൻ്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് 320 കോടി രൂപയാണ്. 320 കോടി നമ്മൾ ഓർക്കണം കേട്ടോ. ഇന്നലെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിറ്റുപോയി. US കമ്പനിയാണ് അത് മേടിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്കാന്ന്? 15,350 കോടിക്ക് മേലെ ഒരു തുകയാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇത്രയും ഭീമമായ തുക. 320 കോടിയിൽ നിന്ന് 15,300 കോടിയുടെ മേലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഡിഫറൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ഇരട്ടിയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് വളരുന്നതിൻ്റെ ഒരു ഇത്. അപ്പോഴാണ് ഷെയ്ൻ വോൺ അന്ന് ചെയ്ത ബുദ്ധിപരമായ കാര്യം ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നത്. 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 450 കോടി രൂപയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പുള്ളി ജീവിച്ചിരിപ്പില്ല, നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷേ പുള്ളിയുടെ മക്കൾക്ക് വേണ്ടി പുള്ളി കരുതി വെച്ച ഒരു സ്വത്താണ് ആ 450 കോടി. ഇന്ന് ആ 450 കോടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര കളിച്ചാലും IPL 450 കോടിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ പുള്ളി അന്ന് കണ്ടെത്തിയ ഒരു ഐഡിയ ഇന്നാണ് ശരിക്കും വർക്കാവണം. സമ്മതിച്ചിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ഷെയ്ൻ വോൺ.